നമസ്കാരം. ലീഗൽ തോട്ടിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വിഷയം സെക്ഷൻ 497 ഓഫ് IPC. IPCയിലാണ് 497. IPCയും BNSും തങ്ങളിൽ വ്യത്യാസമുണ്ട്. IPCയിലെ പരിഷ്കരിച്ചു വന്നതാണ് BNS. അപ്പോൾ ഇപ്പോൾ നിലവിൽ IPC ഇല്ല. BNS അതിന് പകരം BNS ആണ്, അഥവാ ഭാരതീയ ന്യായ സംഹിതയാണ് നിലവിലുള്ളത്. ഈ 497 എന്ന് പറയുന്ന വകുപ്പ് IPCയിലേ ഉള്ളൂ, BNSൽ ഇല്ല. BNS വന്നപ്പോൾ അത് ഒഴിവാക്കി. എന്താണ് 497 എന്ന് പറഞ്ഞാൽ? അഡൽട്ടറി അഥവാ വ്യഭിചാരം. അത് ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം 2018 വരെ അത് കുറ്റകരമായ ഒരു പ്രവൃത്തിയായിരുന്നു. 2018 ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഉത്തരവോടുകൂടി അത് ഭരണഘടനാ വിരുദ്ധമായ ഒരു സെക്ഷനായി മാറുകയും അതിലൂടെ 497 പ്രകാരം ചാർജ് ചെയ്തിരുന്ന എല്ലാ കുറ്റങ്ങളും അസാധുവാക്കപ്പെടുകയും ചെയ്ത ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ടായി. വളരെ പ്രശസ്തമായ ഒരു വിധിന്യായമാണ്, വളരെ ദീർഘമായ ഒരു വിധിന്യായമാണ്. 5 പേരടങ്ങുന്ന ഒരു ഭരണഘടനാ ബെഞ്ചാണ് ഇതിൽ അന്തിമമായി വാദം കേട്ട് വിധി പ്രഖ്യാപിച്ചത്. അതിൽ ബഹുമാനപ്പെട്ട അന്നത്തെ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര, അതിലംഗങ്ങളായിരുന്ന RF നരിമാൻ, AM ധൻവിൽക്കർ, ഡോക്ടർ DY ചന്ദ്രചൂഡ്, ഇന്ദു മൽഹോത്ര, ഇങ്ങനെ 5 പേരടങ്ങുന്ന ഒരു ഭരണഘടനാ ബെഞ്ചാണ് അത് അന്തിമ വിധി പ്രഖ്യാപിച്ചത്. ഇതിൽ 5 പേരും കൺകറൻ്റായിട്ട് തന്നെ, അതായത് ഒരേപോലെ തന്നെ ഇത് വിധി പ്രഖ്യാപിക്കുകയും ഇതിൽ ദീപക് മിശ്ര, ചീഫ് ജസ്റ്റിസ്, AM ധൻവിൽക്കർ എന്നിവരടങ്ങുന്ന ബെഞ്ച് കൺകറൻ്റായിട്ട് കോമൺ ജഡ്ജ്മെൻ്റ് എഴുതുകയും ബാക്കിയുള്ളവർ എല്ലാം തന്നെ അതിനോടൊപ്പം കൺകറൻ്റായിട്ടുള്ള വിധിന്യായങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ ഇത് 497 എന്ന് പറയുന്ന അഡൽട്ടറി, അതിനോടൊപ്പം അതിൻ്റെ പ്രൊസീജിയറായിട്ട് പറഞ്ഞിരുന്ന CRPCയിലെ സെക്ഷൻ 198 പറയുന്ന അഡൽട്ടറിയുമായിട്ട് ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ, ഈ 2 ഭാഗങ്ങളും അൺകോൺസ്റ്റിറ്റ്യൂഷണലാണ്, അസാധുവാണ് എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. ആദ്യമായി ഈ കേസ് വന്നത് 3 പേരടങ്ങുന്ന ഒരു ബെഞ്ചിലേക്കാണ്. ആ 3 പേരടങ്ങുന്ന ബെഞ്ച് ഈ കേസ് പരിഗണിച്ചപ്പോൾ തന്നെ ഹർജിക്കാരനായ അഭിഭാഷകന്റെ വാദമുഖങ്ങൾക്ക് പ്രസക്തിയുണ്ട് എന്ന് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ ഏതാനും ചില ഒബ്സർവേഷനോടുകൂടി ഈ കേസ് ഭരണഘടനാ ബെഞ്ചിലേക്ക് റഫർ ചെയ്യുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഭരണഘടനാ ബെഞ്ച് ചീഫ് ജസ്റ്റിസിൻ്റെ നേതൃത്വത്തിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും ആ ഭരണഘടനാ ബെഞ്ച് ഈ കേസ് പരിഗണിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് 497 അതിൻ്റെ നടപടിക്രമങ്ങളെക്കുറിച്ച് പറയുന്ന CRPCയിലെ 198 ഭരണഘടനാ വിരുദ്ധമായതിനാൽ അത് സ്ട്രക്ക് ഡൗൺ ചെയ്തുകൊണ്ട് ഉത്തരവാവുകയും ചെയ്തത്. ഈ 2018 ഈ വിധി വരുമ്പോൾ ഇത് വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിധിയാണ്. നമ്മുടെ സാമൂഹിക സാംസ്കാരിക സാഹചര്യത്തിൽ ഈ വിധിയുടെ പ്രസക്തി വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഏതാണ്ട് 133 പേജോളം അടങ്ങുന്ന ഒരു ബൃഹത്തായ വിധിന്യായമാണിത്. ഈ വിധി വന്നതോടുകൂടി ഇതിനു മുൻപ് സമാന സ്വഭാവത്തിലുള്ള ഒരു 4 കേസുകളുണ്ടായിരുന്നു. അതായത് യൂസഫ് അബ്ദുൾ അസീസ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബോംബെ, സൗമിത്രി വിഷ്ണു വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, രേവതി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, കല്യാണി വേഴ്സസ് സ്റ്റേറ്റ് ത്രൂ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എന്നീ വിധിന്യായങ്ങളിൽ 497A കുറിച്ച് പറഞ്ഞിരുന്ന സംഗതികൾ ഓവർ റൂൾ ചെയ്യുകയും ഇപ്പോൾ നിലവിൽ 2018 കോടതി കൺസിഡർ ചെയ്ത ജോസഫ് ഷൈൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന വിധിന്യായത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് 497 സംബന്ധിച്ചുള്ള ഒരു അന്തിമ നിലപാടെടുക്കുകയും ചെയ്തു. അതിനുശേഷം 497 ബന്ധപ്പെട്ട എല്ലാ പ്രോസിക്യൂഷൻ പ്രൊസീഡിങ്സും അതാത് ബന്ധപ്പെട്ട കോടതികൾ സ്ട്രക്ക് ഡൗൺ ചെയ്യുകയും ഒഴിവാക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത്.
ഈ 497A ബന്ധപ്പെട്ട ഞാൻ മുമ്പ് സൂചിപ്പിച്ച 133 പേജ് അടങ്ങുന്ന വിധിന്യായമാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയ്ക്ക് ആധാരം. ആ 133 പേജ് അടങ്ങുന്ന വിധിന്യായത്തിൻ്റെ പ്രസക്തമായ ഒരു ഭാഗം ക്രോഡീകരിച്ചുകൊണ്ട് അത് അതേപടി ഒന്ന് പകർത്തുക മാത്രമാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. ഇത് തീർച്ചയായും നിങ്ങളെല്ലാവരും തന്നെ ഈ വിധി ഒന്ന് പരിശോധിക്കണം, അതിലൂടെ കടന്നു പോകണം. പ്രത്യേകിച്ചും ഈ നിയമ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ ആൾക്കാരും ഇത് പരിശോധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. നമ്മുടെ സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലവും നമ്മുടെ പൗരാണികമായ വശങ്ങളും അതുകൂടാതെ വിദേശ രാജ്യങ്ങളുടെ ജൂറിസ്പ്രൂഡൻസും ഇന്ത്യൻ ശിക്ഷാ നിയമം അഥവാ IPC നടപ്പിലാക്കിയ സമയം ഉണ്ടായിരുന്ന സാമൂഹിക സാഹചര്യങ്ങളും ഒക്കെ വളരെ വിശാലമായ രീതിയിൽ ഈ 5 പേരടങ്ങുന്ന ഈ ജഡ്ജി വിശകലനം ചെയ്യുകയും അതിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ദീപക് മിശ്രയും AN കൻവിൽക്കറും കോമൺ ജഡ്ജ്മെൻറ്റ് പറയുകയും ബാക്കി 3 പേര് കൺകറൻറ്റ് ജഡ്ജ്മെൻറ്റ് പറയുകയും ചെയ്തു. ഇത് വളരെ നിയമ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ വൈജ്ഞാനികപരമായ ഒരു അറിവ് കൂടി പകർന്നു നൽകുന്നതാണ് ഈ വിധികൾ. അപ്പോൾ ഈ ജഡ്ജ്മെൻറ്റിൻ്റെ പ്രസക്തമായ ഭാഗങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഈ വിധിയുടെ ഓപ്പണിംഗ് പാരഗ്രാഫ് തന്നെ ഇങ്ങനെയാണ്: The beauty of the Indian Constitution is that it includes I, you and we. Such a magnificent, compassionate and monumental document embodies empathetic inclusiveness which has been further nurtured by judicial sensitivity when it has developed the concept of golden triangle of fundamental right. ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് പറയുന്ന അഥവാ മൗലിക അവകാശം എന്ന് പറയുന്ന ഒരു ഗോൾഡൻ ട്രയാങ്കിൾ, അത് ഒരു ജുഡീഷ്യൽ സെൻസിറ്റിവിറ്റിയിലൂടെ പരിപോഷിപ്പിച്ചെടുക്കുകയും അപ്രകാരം പരിപോഷിപ്പിച്ചെടുത്തിരിക്കുന്ന നമ്മുടെ ഭരണഘടന അത് വളരെ മാഗ്നിഫിഷ്യൻ്റാണ്, വളരെ കമ്പാഷനേറ്റാണ് ആൻഡ് എ മോണിമെൻ്റൽ ഡോക്യുമെൻ്റാണ്. അത് മാത്രമല്ല, ആദ്യത്തെ സെൻറ്റൻസ് ദ ബ്യൂട്ടി ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ദാറ്റ് ഇറ്റ് ഇൻക്ലൂഡ്സ് ഐ, യു ആൻഡ് വി. ഈ ഭരണഘടന എന്നെയും നിങ്ങളെയും നമ്മളെയും ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. തുടർന്ന് ഇതിനകത്ത് ജോൺ സ്റ്റുവാർട്ട് മിൽറ്റിൻ്റെ ഒരു ഒബ്സർവേഷൻ ഇതിലേക്ക് വരുന്നു. ദ ലീഗൽ സബോർഡിനേഷൻ ഓഫ് വൺ സെക്സ് ടു അനദർ ഈസ് റോങ് ഇൻ ഇറ്റ് സെൽഫ് and now one of the chief hindrances to human improvement, and that it ought to be replaced by a system of perfect equality admitting no power and privilege on the one side nor disability on the other side. അതായത് 497A എന്ന് പറയുന്നത് ഒരു ക്രൈമാക്കി മാറ്റുന്നതിലൂടെ ഒരാൾക്ക് ഒരു പ്രിവിലേജും മറ്റൊരാൾക്ക് ഒരു ഡിസബിലിറ്റിയും നൽകുന്നു എങ്കിൽ അത് പാടില്ല എന്നാണ് ഈ ജോൺ സ്റ്റുവാർട്ട് മില്ലിൻ്റെ ഈ കോട്ടിംഗ് ഇവിടെ ചേർത്തുകൊണ്ട് കോടതി ഉദ്ദേശിക്കുന്നത്. തുടർന്ന് കോടതി പറയുന്നത്, ഈ 133 പേജുള്ള ജഡ്ജ്മെൻറ്റ് മൊത്തം ഞാൻ ഇതിലേക്ക് വായിക്കുന്നില്ല, വളരെ പ്രസക്തമായ ഭാഗങ്ങൾ മാത്രം വായിച്ചു പോവുകയാണ് ചെയ്യുന്നത്. തുടർന്ന് ഇവിടെ പറയുന്നത്, ദ കോർട്ട് കനോട്ട് കൺസീവ് ഓഫ് വിമൻ സ്റ്റിൽ ബീയിങ് ട്രീറ്റഡ് ആസ് എ പ്രോപ്പർട്ടി ഓഫ് മെൻ, ആൻഡ് സെക്കൻഡ്ലി where the delicate relationship between a husband and wife does not remain so, it is seemingly plausible to allow a criminal offense to enter and make a third party culpable. 497 ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് തേർഡ് പാർട്ടി വിൽ ബി എ പേഴ്സൺ ടു ബി കൾപ്പബിൾ. ഇതിനകത്തൊരു ഒരു സാധാരണ മാരേജ് ഒഫൻസുകളിൽ നിന്നും വ്യത്യസ്തമായി ആ മാരിറ്റൽ റിലേഷൻഷിപ്പിലുള്ള ആളല്ല ഇതിൽ പ്രതിയാക്കപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത്, മറിച്ച് ഇതിൽ ഒരു തേർഡ് പാർട്ടി വരുന്നു. ആ തേർഡ് പാർട്ടിയാണ് ഇതിലേക്ക് ശിക്ഷിക്കപ്പെടുന്നത്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയായി പറഞ്ഞത്. എന്നാൽ ആ മാരിറ്റൽ റിലേഷൻഷിപ്പിൽ പെടുന്ന ആൾക്കാർ ശിക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് എൻ്റെ വസ്തുത. ഒരു വിവാഹം കഴിച്ച ഒരു പുരുഷനും ഒരു സ്ത്രീയും, അതിൽ ഒരു സ്ത്രീ മറ്റൊരാളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴാണ് അഡൽട്ടറി എന്ന ഒഫൻസിലേക്ക് വരുന്നത്. അത് പുരുഷൻ ഏർപ്പെട്ടാലും അഡൽട്ടറി എന്ന് പറയുന്ന
ഒഫൻസ് അല്ല, ആ ഡെഫിനിഷനിലേക്ക് വരുന്നുണ്ട്. പക്ഷേ ഒഫൻസിലേക്ക് വരുമ്പോൾ അത് വരുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വസ്തുത. അപ്പോൾ ആ സ്ത്രീ വിവാഹബന്ധത്തിൽ ഏർപ്പെട്ട തൻ്റെ ഭർത്താവുമായി അല്ലാതെ മറ്റൊരു പുരുഷനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അത് അഡൾട്ടറി എന്ന് പറയുന്ന ഒഫൻസിലേക്ക് വരുന്നു. അങ്ങനെ അഡൾട്ടറി എന്ന് പറയുന്ന ഒഫൻസിലേക്ക് വരുമ്പോൾ അത് അവിടെ ശിക്ഷിക്കപ്പെടുന്നത്, പ്രോസിക്യൂട്ട് ചെയ്യപ്പെടുന്നത് ആ സ്ത്രീ അല്ല, മറിച്ച് ആരുമായാണോ ആ സ്ത്രീ വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടത്, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടത്, ആ പുരുഷനെയാണ് പ്രോസിക്യൂട്ട് ചെയ്യപ്പെടുന്നത്. അതിൻ്റെ ഒന്നാമത്തെ ഒരു ഡിസ്ക്രിപ്ഷനാണ് ഈ ഒഫൻസിൻ്റെ. അത് ഒരു തരത്തിലുള്ള ഒരു ഇമ്പാർഷ്യാലിറ്റിയാണ് എന്നുകൂടി കോടതി ചൂണ്ടിക്കാട്ടുന്നു. അത് മാത്രമല്ല, ഇവിടെ പരാതിക്കാരനായിട്ട് വരേണ്ടത് തീർച്ചയായിട്ടും ഭർത്താവായിരിക്കണം. ഭാര്യയ്ക്ക് പരാതിപ്പെടുവാനുള്ള അവകാശമില്ല. തൻ്റെ ഭർത്താവ് മറ്റൊരു സ്ത്രീയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു, അതുകൊണ്ട് അഡൾട്ടറി എന്ന് പറയുന്ന ഒഫൻസിലേക്ക് അത് വരുന്നു എന്ന് ഭാര്യയ്ക്ക് പരാതിപ്പെടുവാനുള്ള അവകാശമില്ല എന്നുള്ളതും ഇതിൻ്റെ ഒരു പോരായ്മയാണ്. അപ്പോൾ ഇവിടെ അഗ്രീവ്ഡ് പാർട്ടി എന്ന് പറയുന്ന ഡെഫിനിഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ഏക വ്യക്തി ഒന്നുകിൽ ഭർത്താവ്, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അസാന്നിധ്യത്തിൽ ആ ഭാര്യ ആരാൽ സംരക്ഷിക്കപ്പെടുന്നു അവരാണ് ഇതിനകത്ത് അഗ്രീവ്ഡ് പാർട്ടിയായിട്ട് വരേണ്ടത്. അപ്പോൾ ഭർത്താവിന് പരാതി ഇല്ല എങ്കിൽ ഇതൊരു ഒഫൻസ് ആകുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അങ്ങനെ പരാതി ഉണ്ടായാൽ തന്നെ പ്രോസിക്യൂട്ട് ചെയ്യപ്പെടേണ്ടത് അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടേണ്ടത് ഈ രണ്ടുപേർ ചേർന്ന് നടത്തിയ ഒരു കുറ്റത്തിൽ ഒരാളിനെ മാത്രമാണ് എന്നുള്ളതും സുപ്രീം കോടതി പ്രത്യേകമായി പരിഗണിച്ച ഒരു വിഷയമാണ്. ഈ റിട്ട് പെറ്റീഷൻ 3 അംഗ ബെഞ്ചിന് മുമ്പാകെ വന്നപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഈ 497 സെക്ഷനിലെ പോരായ്മകൾ ഒന്ന് റീലുക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് തോന്നുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് 5 അംഗ ബെഞ്ചിലേക്ക് റെഫർ ചെയ്യപ്പെടുകയും ചെയ്തത്. അപ്പോൾ ഈ 3 അംഗ ബെഞ്ച് ഞാൻ മുമ്പ് സൂചിപ്പിച്ച 4 മുൻ വിധിന്യായങ്ങളും അതേ കണക്ക് പരിഗണിക്കുകയും പരിശോധിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സുദീർഘമായൊരു ഒബ്സർവേഷൻ അതിനകത്ത് നടത്തുകയും ചെയ്തതിന് ശേഷമാണ് ആ ഒബ്സർവേഷൻസിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഇത് കാലഘട്ടത്തിൻ്റെ രീതി അനുസരിച്ച്, ഇപ്പോഴത്തെ നിലനിൽക്കുന്ന സാമൂഹിക വ്യവസ്ഥ അനുസരിച്ച് ഇത് റീലുക്ക് ചെയ്യേണ്ടതാണ് എന്നുള്ള ഒരു നിർദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇത് ഭരണഘടനാ ബെഞ്ചിലേക്ക് റെഫർ ചെയ്യപ്പെട്ടത്. തുടർന്ന് നമ്മൾ ആ 3 അംഗ ബെഞ്ചിൻ്റെ ഒബ്സർവേഷനിലെ പ്രസക്തമായ ഭാഗങ്ങൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ചില നിരീക്ഷണങ്ങളാണിത്. Prima facie, on a perusal of section 497 of the Indian Penal Code, we find that it grants relief to wife by treating her as a victim. ഇവിടെ രണ്ടുപേര് ചേർന്നൊരു കുറ്റം ചെയ്യുമ്പോൾ ഒരാൾ വിക്ടിം ആവപ്പെടുകയാണ് ചെയ്യുന്നത്, ഇരയാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. It is also worthy to note that when an offence is committed by both of them, one is liable for criminal offence but the other is absolved. ഒരാൾ പ്രതിയാക്കപ്പെടുന്നു, ഒരാൾ ഇരയാക്കപ്പെടുന്നു. ഒരാൾക്ക് ശിക്ഷ ലഭിക്കുന്നു, മറ്റൊരാൾക്ക് ക്രിമിനൽ ഒഫൻസിൽ ശിക്ഷ ലഭിക്കുന്നില്ല, അയാളെ ഒഴിവാക്കുന്നു. ഈ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന കൺസെപ്റ്റ് ഇവിടെ കാണാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു ഒബ്സർവേഷനും കോടതി ഇതിനകത്ത് നടത്തി. Importance of the offense is destroyed once the consent or connivance of the husband is established. അത് മാത്രമല്ല, ഈ കുറ്റം ഭർത്താവിൻ്റെ സമ്മതത്തോടു കൂടി ചെയ്താൽ അത് കുറ്റമല്ലാതായി മാറുന്നു എന്നുള്ള ഒരു വസ്തുതയും ഇവിടെയുണ്ട്. Viewed from the said scenario, the provision really creates a dent on the individual independence identity of a woman when the emphasis is laid on the connivance of the or the consent of the husband. ഇത് ഭർത്താവിൻ്റെ സമ്മതത്തോടു കൂടി ചെയ്താൽ അത് കുറ്റമാകുന്നില്ല എന്ന് പറയുന്നിടത്ത് തന്നെ ഇതിനകത്തെ ഒരു സ്ത്രീയുടെ വ്യക്തിത്വത്തെയും അവരുടെ സ്വാതന്ത്ര്യത്തെയും ഒക്കെ ബാധിക്കുന്ന ഒരു സംഗതിയാണ് എന്നും കോടതി കാണുന്നുണ്ട്. This provision prima facie appears to be quite archaic. When the society progresses and rights are conferred, the new generation of thoughts spring, and that is why we are inclined to issue notice. അതാണ് ഈ 3 അംഗ ബെഞ്ചിൻ്റെ ഒബ്സർവേഷനിലെ പ്രസക്തമായ അവസാന ഭാഗം.
ഇനിയും സെക്ഷൻ 497 ഇതിനകത്ത് കോട്ട് ചെയ്തുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് ചില ഒബ്സർവേഷൻസ് നടത്തുന്ന ഭാഗമാണ് തുടർന്ന് നോക്കാനുള്ളത്. 497 എന്ന് പറയുന്ന ഇന്ത്യൻ പീനൽ കോഡിലെ സെക്ഷൻ ഇങ്ങനെയാണ് പറയുന്നത്: അഡൾട്ടറി, whoever has sexual intercourse with a person who is and whom he knows or has reason to believe it to be the wife of another man without the consent or connivance of that man, such sexual intercourse not amounting to an offence of rape is guilty of the offence of adultery and shall be punished with imprisonment of either description for a term which may extend to 5 years or with fine or with both. അപ്പം whoever has sexual intercourse with a person who is and whom he knows or has reason to believe it to be the wife of another man. ഒരാൾ മറ്റൊരാളുടെ ഭാര്യയാണ് എന്നറിഞ്ഞുകൊണ്ട് ആ സ്ത്രീയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴാണ് അവിടെ അഡൾട്ടറി എന്ന് പറയുന്ന ഒഫൻസ് വരുന്നത്. വിത്തൗട്ട് ദ കൺസെൻറ്റ് ഓർ കണ്ണിവൻസ് ഓഫ് ദാറ്റ് മാൻ, അത് മറ്റൊരാളുടെ ഭാര്യയാണെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒഫൻസായിരിക്കണം. ഭർത്താവിൻ്റെ സമ്മതത്തോടു കൂടി സമ്മതമില്ലാതെ ചെയ്യുന്നതായിരിക്കണം. സച്ച് സെക്ഷൽ ഇൻ്റർകോഴ്സ് നോട്ട് അമൗണ്ടിങ് ടു ഒഫൻസ് ഓഫ് റേപ്പ്, അത് റേപ്പ് അല്ല, എന്നാൽ അതെന്താണ്, അത് അഡൾട്ടറിയാണ്. അതിന് 5 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന കുറ്റവുമാണ്. അപ്പോൾ ഇവിടെ 2 ഇൻഗ്രീഡിയൻസ് പറയുന്നത്: ഒന്ന്, വിവാഹിതയായ ഒരു സ്ത്രീ ആയിരിക്കണം. 2, ആ സ്ത്രീ വിവാഹിതയായി എന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കണം അവരുമായി ഒരു പുരുഷൻ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത്. 3, അങ്ങനെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് ആ സ്ത്രീയുടെ ഭർത്താവിൻ്റെ സമ്മതം ഉണ്ടാകാൻ പാടില്ല. ഈ ഇൻഗ്രീഡിയൻസ് ഉണ്ടാകുമ്പോൾ അത് അഡൾട്ടറി എന്ന് പറയുന്ന 497 ഡെഫിനിഷനിലേക്ക് വരുന്നു. പക്ഷേ ഈ അഡൾട്ടറി എന്ന് പറയുന്ന ഈ 497 ഡെഫിനിഷൻ മാറ്റി നിർത്തി നമ്മൾ ഡിക്ഷണറി ഡെഫിനിഷനിൽ നോക്കിയാൽ അതിൽ കാണാൻ സാധിക്കുന്നത് whoever sexual intercourse with a man or woman beyond the marital relationship of that particular person. അവിടെ ഇതൊരു ന്യൂട്രാലിറ്റി ഉണ്ട് ആ ഡെഫിനിഷന്. അപ്പോൾ പുരുഷൻ മറ്റൊരു സ്ത്രീയുമായി, വിവാഹിതനായൊരു പുരുഷൻ മറ്റൊരു സ്ത്രീയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക, വിവാഹിതയായ ഒരു സ്ത്രീ മറ്റൊരു പുരുഷനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക, ഇത് രണ്ടും അഡൾട്ടറിയുടെ ഡെഫിനിഷനിലേക്ക് നമുക്ക് ഡിക്ഷണറി നോക്കിയാൽ കാണാൻ സാധിക്കും. എന്നാൽ 497 എന്ന് പറയുന്ന അഡൾട്ടറിയിലേക്ക് വരുമ്പോൾ ക്ലിയർ ആയിട്ട് പറയുന്നത് whoever has sexual intercourse with a person who is and whom he knows or has reason to believe it to be the wife of another man. വൈഫ് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. വൈഫ് ഓർ ഹസ്ബൻഡ് ഓർ അനദർ മാൻ ഓർ വുമൺ എന്നല്ല പറയുന്നത്. അപ്പോൾ ഇവിടെ പുരുഷൻ സ്ത്രീയുമായി, മറ്റൊരു സ്ത്രീയുമായി, വിവാഹിതനായ പുരുഷൻ മറ്റൊരാളുടെ ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴാണ് അത് അഡൾട്ടറി എന്ന് പറയുന്ന ഒരു ഡെഫിനിഷനിലേക്ക് വരുന്നത്. അത് കോടതിയുടെ തുടർന്നുള്ള ഒരു നിരീക്ഷണം ഇങ്ങനെയാണ്: The offence of adultery as defined in that section can only be committed by a man and not by a woman. ഈ അഡൾട്ടറി എന്ന് പറയുന്ന കുറ്റം പുരുഷനെ കമ്മിറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ, സ്ത്രീക്ക് കമ്മിറ്റ് ചെയ്യുവാൻ സാധിക്കുന്നില്ല. കാരണം റീസൺ ടു ബിലീവ് ഇറ്റ് ടു ബി ദ വൈഫ് ഓഫ് അനദർ മാൻ വിത്തൗട്ട് ദ കൺസെൻറ്റ് ഓർ കണ്ണിവൻസ് ഓഫ് ദാറ്റ് മാൻ. അപ്പം ആ ആള് adultery who has sexual intercourse with a person who is and whom he knows or has reason to believe it to be the wife of another man. ആ സ്ത്രീ വിവാഹിതയായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ആ സ്ത്രീ വിവാഹിതയായ സ്ത്രീയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന പുരുഷൻ മാത്രമാണ് ഇതിനകത്ത് പ്രതിയായി വരുന്നത്. നോട്ട് ബൈ എ വുമൺ. വുമൺ ഇതിനകത്ത് പ്രതിയാവുന്നില്ല. The section does not allow the wife to prosecute the husband for adultery. അതുകൊണ്ട് ഇതിനകത്തുള്ള പ്രശ്നം ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ദ കംപ്ലൈനന്റ് ഷുഡ് ബി ഓർ ദ അഗ്രീവ്ഡ് പേഴ്സൺ ഷുഡ് ബി ദ ഹസ്ബൻഡ്. വൈഫിന് ഒരു അഗ്രീവ്ഡ് പേഴ്സൺ ആവാൻ പാടില്ല. എൻ്റെ ഭർത്താവ് അഡൾട്ടറിയിൽ ഏർപ്പെട്ടു എന്ന് പറഞ്ഞ് ഒരു ഭാര്യയ്ക്ക് പരാതി കൊടുക്കുവാൻ ഈ സെക്ഷൻ അനുവദിക്കുന്നില്ല. The wife who is involved in an illicit relationship with another man is a victim and not the author of the crime.
തുടർന്ന് കോടതിയുടെ നിരീക്ഷണം ഇങ്ങനെ പോകുന്നു. On a reading of the provision, it is demonstrable that women are treated as subordinate to men in as much as it lays down that when there is connivance or consent of a man, there is no offense. അതായത് ഈ സ്ത്രീയെ പുരുഷനേക്കാൾ താഴ്ന്ന ഒരു തലത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഒഫൻസാണ് ഇത്. കാരണം എന്തെന്ന് വെച്ചാൽ പുരുഷന്റെ അഥവാ ഭർത്താവിൻ്റെ സമ്മതമുണ്ടെങ്കിൽ ഇതൊരു കുറ്റമാകുന്നില്ല എന്ന് ഈ സെക്ഷൻ വ്യക്തമാക്കുന്നു. ദിസ് ട്രീറ്റ്സ് ദ വുമൺ ആസ് എ ചാറ്റൽ. എന്താണ് ഇത്? സ്ത്രീയെ സംബന്ധിച്ച് സ്ത്രീയെ ഒരു പുരുഷന്റെ ഒരു പ്രോപ്പർട്ടി, ഒരു മൂവബിൾ പ്രോപ്പർട്ടി, ഒരു ജംഗമ സ്വത്ത് ആയി കാണുന്നു എന്നും കോടതി നിരീക്ഷിക്കുന്നുണ്ട്. ഇറ്റ് ട്രീറ്റ്സ് ഹെർ ആസ് ദ പ്രോപ്പർട്ടി ഓഫ് മാൻ ആൻഡ് ടോട്ടലി സബ്സർവിയൻറ്റ് ടു ദ വിൽ ഓഫ് ദി മാസ്റ്റർ. തൻ്റെ മാസ്റ്ററിന് തൻ്റെ സബോർഡിനേറ്റിനടുത്ത് എന്ത് ചെയ്യുവാൻ സാധിക്കുമോ, എന്ത് നിർദ്ദേശങ്ങൾ നൽകാൻ സാധിക്കുമോ, ഏത് രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ സാധിക്കുമോ, അതുപോലുള്ളൊരു മാസ്റ്റർ ആൻഡ് സെർവൻറ്റ് റിലേഷൻ അല്ലെങ്കിൽ മാസ്റ്റർ ആൻഡ് സബോർഡിനേറ്റ് റിലേഷൻ പോലെ ആയി പോകുന്നു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ആ ഒരു ബന്ധം. ഇറ്റ് ഈസ് എ റിഫ്ലക്ഷൻ ഓഫ് ദ സോഷ്യൽ ഡോമിനൻസ് ദാറ്റ് വാസ് പ്രിവാലൻറ്റ് വെൻ ദ പീനൽ പ്രൊവിഷൻ വാസ് ഡ്രാഫ്റ്റഡ്. ഈ പീനൽ പ്രൊവിഷൻ ഡ്രാഫ്റ്റ് ചെയ്ത സമയത്തുണ്ടായിരുന്ന സാമൂഹിക സാംസ്കാരിക സാഹചര്യങ്ങളായിരിക്കാം ഒരു പക്ഷേ 497 എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഇതിൽ ഉൾക്കൊള്ളിക്കുവാനും അതിൽ ഒരു സ്ത്രീ, വിവാഹിതയായ സ്ത്രീ മറ്റൊരാളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അത് ഒഫൻസാക്കി മാറ്റുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡിക്ഷണറി ഡെഫിനിഷനിൽ ആസച്ച് ഉൾക്കൊള്ളാത്ത തന്നെ ഒരു ഡെഫിനിഷൻ ഇതിനുവേണ്ടി ക്രിയേറ്റ് ചെയ്ത് ബൈ എ മാൻ എന്നുള്ള രീതിയിലേക്ക് ഇതിലേക്ക് കൊണ്ടുവരികയും ആ സെക്ഷൽ ഇൻ്റർകോഴ്സ് ഏർപ്പെടുന്നത് ഒരു വുമണിനെ അവരെ മാത്രമാക്കി മാറ്റുകയും അതിൽ അവരെ വിക്ടിമാക്കി ചിത്രീകരിക്കുകയും ആരുമായിട്ടാണോ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് അവരെ മാത്രം പ്രതിയാക്കുകയും ചെയ്ത് അന്നത്തെ ഒരുപക്ഷെ നിലവിലിരുന്ന സാമൂഹ്യ സാഹചര്യങ്ങളായിരിക്കാം എന്നും കോടതിയുടെ നിരീക്ഷണം ഇതിൻ്റെ പിന്നാലെയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സബ്സെക്ഷൻ 2 ഓഫ് സെക്ഷൻ 198 ട്രീറ്റ്സ് ദ ഹസ്ബൻഡ് ഓഫ് ദ വുമൺ ആസ് ഡീംഡ് ടു ബി aggrieved by an offence committed under section 497 IPC, and in the absence of husband, some person who had care of the woman on his behalf at the time when such offence was committed with the leave of the court. It does not consider the wife of the adulterer as an aggrieved person. അപ്പം ഇതിനകത്ത് ഇപ്പം സ്വാഭാവികമായിട്ടും ഈ സ്ത്രീ ബന്ധത്തിൽ ഏർപ്പെട്ടത് ഒരു മാരീഡ് പേഴ്സണുമായിട്ടാണെന്നിരിക്കട്ടെ, ഒരു മാരീഡ് മാനുമായിട്ടാണെന്നിരിക്കട്ടെ. അങ്ങനെ മാരീഡ് മാനുമായിട്ടാണ് ഈ മാരീഡ് വുമൺ വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നതെങ്കിൽ ഇവിടെ ഒരു അഡൾട്ടറർ ഉണ്ടല്ലോ. ആ അഡൾട്ടറുടെ ഭാര്യ ഒരിക്കലും ഒരു അഗ്രീവ്ഡ് പേഴ്സൺ ആവുന്നില്ല. ആ അഡൾട്ടർ മാത്രമേ പ്രതിയാകുന്നുള്ളൂ. അവിടെ ആരായിരിക്കണം അഗ്രീവ്ഡ് പേഴ്സൺ? ഈ ഭാര്യയുടെ ഭർത്താവാണ് അഗ്രീവ്ഡ് പേഴ്സൺ. ഇറ്റ് കൺഫേഴ്സ് എ ലൈസൻസ് ഓൺ ദ ഹസ്ബൻഡ് ടു ഡീൽ വിത്ത് ദ വൈഫ് ആസ് ഹി ലൈക്സ്, which is extremely excessive and disproportionate. We are constrained to think so, as it does not treat a woman as an abettor, but protects a woman, and simultaneously it does not enable the wife to file any criminal prosecution against the husband. അപ്പോൾ ഇവിടെ വൈഫിനെ ഒരു അബറ്റർ ആക്കുകയോ അല്ലെങ്കിൽ അവരെ ഒരേ സമയം തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു എന്ന് പറയുന്നുവെങ്കിലും അതേസമയം തന്നെ ഇറ്റ് ഡസ് നോട്ട് എനേബിൾ ദ വൈഫ് ടു ഫയൽ എ ക്രിമിനൽ പ്രോസിക്യൂഷൻ. ഭാര്യയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു ഈ നിയമത്തിലൂടെ എന്ന് പറയുന്നു എങ്കിൽ തന്നെ അതേസമയം തന്നെ ഭാര്യയ്ക്ക് ഒരു പ്രോസിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള അവകാശം ഈ നിയമം നൽകുന്നില്ല. അവരെ അബറ്ററായും അവരെ ട്രീറ്റ് ചെയ്യുന്നില്ല നിയമം. ദാറ്റ് ഈസ് വൺ ഓഫ് ദി ആസ്പെക്ട്സ്. അതുപോലെ തന്നെ we notice that on the one hand it protects a woman and on the other it does not protect other women. ഒരു സ്ത്രീയെ സംരക്ഷിക്കുന്നു, അതേസമയം മറ്റൊരു സ്ത്രീയെ ഈ നിയമം സംരക്ഷിക്കുന്നില്ല എന്നും ഇതിനകത്ത് കോടതിയുടെ ഒരു നിരീക്ഷണം വന്നിരിക്കുന്നു. ഇതേ അവസരത്തിൽ തന്നെ കോടതി മറ്റ് വൈവാഹിക ബന്ധവുമായിട്ട് ചേർന്ന് വരുന്ന ഒഫൻസുകളുണ്ട്. അതായത് 498A നമുക്കെല്ലാവർക്കും അറിയാം, സ്ത്രീധന പീഡനം. 304B അതിനെ തുടർന്നുണ്ടാകുന്ന മരണം, വിവാഹിതയായ സ്ത്രീയുടെ മരണം 304B.
അതുപോലെ തന്നെ അതിൻ്റെ അമെൻഡ്മെൻറ്റുമായിട്ട് ബന്ധപ്പെടുന്ന 306, അതുപോലെ 494. നമുക്കറിയാം ഈ മാരിഡ് ഒഫൻസുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന മറ്റ് ഒഫൻസുകളെല്ലാം അതേ കണക്ക് തന്നെ നിലനിർത്തുകയും പരിഗണിക്കുകയും ചെയ്തിട്ടുണ്ട്. എൻഡേസിങ് എ മാരീഡ് വുമൺ, ഡീറ്റെയിനിങ് എ മാരീഡ് വുമൺ ഫോർ സെക്ഷൽ ഇന്റർകോഴ്സ് വിത്ത് എ പേഴ്സൺ, ഇത്തരം സംഗതികളെല്ലാം തന്നെ അതേ കണക്ക് തന്നെ നിലനിർത്തുകയും അതൊക്കെ പരിശോധിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം അതിലെല്ലാം വന്നിരിക്കുന്നത് ഈ പാർട്ടീസ് ആരാണോ ഇതിൽ ഇൻവോൾവ് ആവുന്നത് അവരെല്ലാം തന്നെ ഇതിനകത്ത് പ്രതിസ്ഥാനത്തേക്ക് വരുന്നു. അതാണ് ഒരു ക്രിമിനൽ ലോയുടെ യഥാർത്ഥ നീതി എന്നും കോടതി ഇതിനകത്ത് പല സമയങ്ങളിലും പല സ്ഥലങ്ങളിലും വെച്ചും ഒബ്സർവ് ചെയ്യുകയും ചെയ്യുന്നു. അതുപോലെ 125 CRPC നമുക്ക് എല്ലാവർക്കും അറിയാം, സ്ത്രീകൾക്ക് ഭർത്താവിൽ നിന്നും അല്ലെങ്കിൽ സംരക്ഷണം ലഭിക്കുന്നതിനുള്ള മെയിൻ്റനൻസ്, ജീവനാംശം ലഭിക്കുന്നതിനുള്ള വകുപ്പ്. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് വയലൻസ് ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന നിയമങ്ങൾ. ഇതിലെല്ലാം തന്നെ ഈ മാരിറ്റൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നവർ, ഭാര്യ ഭർത്താവ് അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ, അവരൊക്കെ തന്നെയാണ് ഇതിനകത്ത് പാർട്ടീസായിട്ട് വരുന്നത്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഈ നമ്മളുടെ ഈ 497 എന്ന് പറയുന്ന ഈ അഡൾട്ടറിയിലേക്ക് വരുമ്പോൾ അത് ഒരു തേർഡ് പാർട്ടിയാണ് ഇതിലേക്ക് പ്രതിയായി വരുന്നത് എന്നുള്ള ഒരു വൈരുദ്ധ്യം, അവർ മാത്രമാണ് പ്രതിയായി വരുന്നത് എന്ന് പറയുന്ന ഒരു വൈരുദ്ധ്യം ഇതിനകത്ത് ചൂണ്ടിക്കാണിക്കുന്നത്. അതേപോലെ തന്നെ ഈ വിധിന്യായം പരിശോധിക്കുന്ന മുറയ്ക്ക് തന്നെ മറ്റ് രാജ്യങ്ങളിലെ അവസ്ഥ, ആധുനിക കാലഘട്ടത്തിൽ ചേരുന്ന വ്യാഖ്യാനം, വ്യക്തി നിയമങ്ങൾ, ഭാരതത്തിലെ പൗരാണിക നിയമങ്ങളും സംഹിതകളും, 1955 ഹിന്ദു വിവാഹ നിയമം വരുന്ന സമയത്തുണ്ടായിരുന്ന സാമൂഹിക അവസ്ഥ, കൂടാതെ ക്രിമിനൽ നിയമം നിലവിൽ വന്ന സമയത്തെ അവസ്ഥ, ഇതെല്ലാം തന്നെ കോടതി പരിഗണനയ്ക്ക് വിധേയമാകുന്നുണ്ട്. ഇതിലൂടെ എല്ലാം കടന്നു പോകുന്നുണ്ട്. അഡൾട്ടറി ആസ് എ ക്രൈം ഈസ് നോ മോർ പ്രിവാലന്റ് ഇൻ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന, ജപ്പാൻ, ഓസ്ട്രേലിയ, ബ്രസീൽ ആൻഡ് മെനി ഈസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസ്. ഈ രാജ്യങ്ങളിലൊന്നും തന്നെ ഈ നിയമം ഒരു കുറ്റകരമായൊരു നിയമമായി കണക്കാക്കുന്നില്ല. അങ്ങനൊരു നിയമം ഇല്ല എന്നും ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവസാനം പറയുന്നത്, ഇൻ വ്യൂ ഓഫ് ദി ഫോർഗോയിങ് അനാലിസിസ് ദ ഡിസിഷൻ ഓഫ് സൗമിത്രി വിഷ്ണു വേഴ്സസ് രേവതി സ്റ്റാൻഡ്സ് ഓവർ റൂൾഡ് ആൻഡ് എനി അതർ ജഡ്ജ്മെൻറ്റ് ഫോളോയിങ് പ്രീസിഡൻസ് സ്റ്റാൻഡ്സ് ആൾസോ ഓവർ റൂൾഡ്. അങ്ങനെ ആ മുമ്പുണ്ടായിരുന്ന പൊസിഷൻ, ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ സൗമിത്രി വിഷ്ണു വേഴ്സസ് രേവതി 1985 വരെ നിലവിലുണ്ടായിരുന്ന 1985 നിലവിലുണ്ടായിരുന്ന ഒരവസ്ഥയായിരുന്നു. ആ അവസ്ഥയായിരുന്നു 2018 വരെ പ്രൊസീഡ് ചെയ്തിരുന്നത്. ആ 2018 ഈ വിധിന്യായം വന്നതോടുകൂടി ജോസഫ് ഷൈൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന അഡൾട്ടറിയെ സംബന്ധിച്ച് ഇപ്പോഴും പ്രസക്തമായിട്ടുള്ള നിലനിൽക്കുന്ന ഈ വിധി വന്നതോടുകൂടി അതെല്ലാം ഓവർ റൂൾ ചെയ്തു പോയി എന്ന് പറഞ്ഞാണ് ഈ 2 അംഗ ബെഞ്ചിൻ്റെ ഈ 2 പേരുടെ ഈ കോമൺ ജഡ്ജ്മെൻറ്റ് അവസാനിക്കുന്നത്. അതിനെ തുടർന്ന് ബാക്കിയുള്ളവരുടെ കൺകറൻറ്റ് ജഡ്ജ്മെൻറ്റുകളും ഇതിനകത്ത് പറയുന്നുണ്ട്. ആ കൺകറൻറ്റ് ജഡ്ജ്മെൻറ്റുകളിലെ പ്രസക്തമായ ഭാഗങ്ങളിൽ RF നരിമാൻ അവസാനം പറഞ്ഞു വെച്ചിരിക്കുന്നത്, തൻ്റെ കൺക്ലൂഷൻ പാരഗ്രാഫിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന 3 സംഗതികൾ പറയാം. ഒന്ന്, സെക്ഷൻ 497 lacks an adequately determining principle to criminalize consensual sexual activity and is manifestly arbitrary. 497 lacks an adequately determining principle to criminalize consensual sexual activity. ഒരു സമ്മതത്തോടുകൂടിയുള്ള സെക്ഷൽ ആക്ടിവിറ്റി ആണെങ്കിൽ അത് കുറ്റമല്ല എന്നാണ് 497 പറയുന്നത്. ആൻഡ് ഈസ് മാനിഫെസ്റ്റ്ലി ആർബിട്രറി, അത് വിവേചനപരമാണ്. സെക്ഷൻ 497 ഈസ് എ ഡിനയൽ ഓഫ് സബ്സ്റ്റാൻറ്റീവ് ഇക്വാളിറ്റി ആസ് ഇറ്റ് പെർപെച്വേറ്റ് ദ സബോർഡിനേറ്റ് സ്റ്റാറ്റസ് അസ്ക്രൈബ്ഡ് ടു വുമൺ ഇൻ മാരേജ് ആൻഡ് സൊസൈറ്റി. അത് സ്ത്രീകളെ ഒരു 2ാം തരം പൗരന്മാരായി കാണുന്ന ഒരു നിലപാട് തന്നെയാണ് ഇവിടെയുള്ളത്. സെക്ഷൻ 497 വയലേറ്റ്സ് ആർട്ടിക്കിൾ 14 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതുകൊണ്ട് നമ്മുടെ ഭരണഘടനയുടെ 14ാം അനുച്ഛേദത്തിന് വിരുദ്ധമാണ് 497 എന്നും പറയുന്നു. തുടർന്ന് 497 ഈസ് ബേസ്ഡ് ഓൺ ജെൻഡർ സ്റ്റീരിയോടൈപ്സ് അബൌട്ട് ദ റോൾ ഓഫ് എ വുമൺ ആൻഡ് വയലേറ്റ്സ് ദ നോൺ ഡിസ്ക്രിമിനേഷൻ പ്രിൻസിപ്പിൾ എംബോഡീഡ് ഇൻ ആർട്ടിക്കിൾ 15 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ആർട്ടിക്കിൾ 15 പറയുന്ന ലിംഗപരമായിട്ടുള്ള സമത്വത്തിന് എതിരാണ് ഈ 497 എന്ന് പറയുന്നത്. അതുപോലെ 497 ഈസ് എ ഡിനയൽ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ഗ്യാരണ്ടി ഓഫ് ഡിഗ്നിറ്റി, ലിബർട്ടി, പ്രൈവസി ആൻഡ് സെക്ഷൽ ഓട്ടോണമി വിച്ച് ആർ ഇൻട്രിൻസിക് ടു ആർട്ടിക്കിൾ 21 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ആർട്ടിക്കിൾ 21 അന്തർലീനമായിരിക്കുന്ന ഡിഗ്നിറ്റി,
ലിബർട്ടി, പ്രൈവസി ആൻഡ് സെക്ഷൽ ഓട്ടോണമി ഇതിനെല്ലാം വിരുദ്ധമാണ് 497. സോ 497 ഈസ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ. നമുക്കറിയാം ഏതൊരു നിയമം വന്നാലും അത് ഭരണഘടനയുടെ ഒരു നിരീക്ഷണത്തിന് വിധേയമാണ്, ഭരണഘടനയിൽ പറയുന്ന വ്യവസ്ഥകൾക്ക് വിധേയമായിരിക്കണം. അല്ലാതെ ഏത് നിയമവും നിലനിൽക്കാൻ സാധിക്കില്ല. അത് സ്ട്രക്ക് ഡൗൺ ചെയ്യാനുള്ള അധികാരം സുപ്രീം കോടതിക്ക് ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഈ വിധി. വളരെ വിശദമായ ഒരു ഡിസ്കഷന് ശേഷമാണ് ഇതിലേക്ക് വന്നിരിക്കുന്നത്. അവസാനമായിട്ട് ഇതിൽ ഒരു കൺകറന്റ് ഭാഗം ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ഇന്ദു മൽഹോത്രയും എഴുതിയിട്ടുണ്ട്. ആ ഇന്ദു മൽഹോത്രയുടെ ആ വിധിന്യായത്തിൽ അന്ന് വരെ നിലനിന്നിരുന്ന ഈ മുൻപ് സൂചിപ്പിച്ച 4 വിധികളും അതേ കണക്ക് അനലൈസ് ചെയ്യുകയും അതിനൊടുവിൽ തൻ്റെ പോയിന്റുകൾ ഞാൻ ഈ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിനകത്ത് 4 പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ട്. അതിങ്ങനെയാണ്: സെക്ഷൻ 497 ഈസ് സ്ട്രക്ക് ഡൗൺ ആസ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ബീയിങ് വയലേറ്റീവ് ഓഫ് ആർട്ടിക്കിൾ 14, 15 ആൻഡ് 21 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടനയുടെ 14, 15, 21 അനുച്ഛേദങ്ങൾക്ക് വിരുദ്ധമാണ് 497. അതുകൊണ്ട് തന്നെ അത് സ്ട്രക്ക് ഡൗൺ ചെയ്യുകയാണ്. അത് അൺകോൺസ്റ്റിറ്റ്യൂഷനാണ്. അതുപോലെ തന്നെ അതിൻ്റെ പ്രൊസീജിയർ 198(2) ഓഫ് ദ CRPC വിച്ച് കണ്ടെയ്ൻസ് ദ പ്രൊസീജിയർ ഫോർ prosecution under chapter 20 of the IPC shall be unconstitutional only to the extent that it is applicable to the offence of adultery under section 497. ഈ 198-ൽ 497-ൻ്റെ പ്രൊസീജിയർ മാത്രമല്ല പറയുന്നത്, 498-ൻ്റെയും 494-ൻ്റെയും ഒക്കെ പ്രൊസീജിയർ അതിനകത്ത് പറയുന്നുണ്ട്. അതിൽ 497-ൻ്റെ പ്രൊസീജിയർ പറയുന്ന ഭാഗം മാത്രമാണ് അൺകോൺസ്റ്റിറ്റ്യൂഷണലായി സ്ട്രക്ക് ഡൗൺ ചെയ്തിരിക്കുന്നത്. ഈ 198 അതേപടി സ്ട്രക്ക് ഡൗൺ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ ദ ഡിസിഷൻ ഓഫ് സൗമിത്രി, വിഷ്ണു വി രേവതി, കല്യാണി ഇതെല്ലാം തന്നെ ഹിയർ ബൈ ഓവർ റൂൾഡ്. ഇതാണ് അവസാനമായി കൺകറന്റ് ജഡ്ജ്മെന്റ് പറഞ്ഞതിലൂടെ ജസ്റ്റിസ് ഇന്ദു മൽഹോത്രയും പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. ഇങ്ങനെ 497 എന്ന് പറയുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ ഉണ്ടായിരുന്ന സെക്ഷൻ അൺകോൺസ്റ്റിറ്റ്യൂഷണലാണ് എന്ന് കണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി 2018 ജോസഫ് ഷൈൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന വിധിന്യായത്തിലൂടെ ഭരണഘടനാ ബെഞ്ച്, 5-അംഗ ഭരണഘടനാ ബെഞ്ച് അസാധുവായി പ്രഖ്യാപിച്ചു, അൺകോൺസ്റ്റിറ്റ്യൂഷണലായി പ്രഖ്യാപിച്ചു. അതുകൊണ്ട് തന്നെയാണ് അതിനുശേഷം വന്ന ഭാരതീയ ന്യായ സംഹിതയിൽ 497 അഥവാ അഡൾട്ടറി എന്ന് പറയുന്ന സെക്ഷൻ ഉൾപ്പെടുത്താതെ ഇരിക്കുന്നത്. ഇതിന് ചുവട് പിടിച്ച് ധാരാളം വിധിന്യായങ്ങൾ പിന്നാലെ പല കോടതികളുടെയും വന്നിട്ടുണ്ട്. ഞാൻ ഈ അടുത്തിടെയായി ബഹുമാനപ്പെട്ട ഹൈക്കോടതി നഷ്ടപരിഹാരം ഒരു അഡൾട്ടറിയുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ ഭർത്താവ് ഭാര്യയ്ക്കെതിരെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് കേസ് കൊടുത്തപ്പോഴും കോടതി ഇത് തന്നെയാണ് ഒബ്സർവ് ചെയ്തത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇത് തന്നെയാണ് ഒബ്സർവ് ചെയ്തത്. എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ ഭാര്യ ഭർത്താവിൻ്റെ പ്രോപ്പർട്ടി അല്ല, അവരെ ഒരു ചാറ്റലായി കണക്കാക്കാൻ പറ്റില്ല. ഷീ ഈസ് ഹാവിങ് ഹർ ഓൺ ഐഡൻറ്റിറ്റി, ഇൻഡിവിജ്വാലിറ്റി. സോ ഇത് ഒരു ഡൈവേഴ്സിനുള്ള ഒരു ഗ്രൗണ്ടായി വേണമെങ്കിൽ ഒരു സിവിൽ ഒഫൻസായി ഭാര്യയ്ക്കും ഭർത്താവിനും റൈസ് ചെയ്ത് കൊണ്ടുവരാം. അതുകൊണ്ട് നഷ്ടപരിഹാരം അനുവദിക്കാൻ പറ്റില്ല എന്നായിരുന്നു അന്നത്തെ വിധിന്യായത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും പറഞ്ഞത്. അപ്പോൾ ഇതാണ് 497 അഡൾട്ടറി അഥവാ വ്യഭിചാരം എന്ന ഒഫൻസിനെ സംബന്ധിച്ച് നിലവിലിരിക്കുന്ന ഇപ്പോഴത്തെ അവസ്ഥ. ഈ വിധിന്യായം കഴിയുന്നിടത്തോളം ആൾക്കാർ പരിശോധിക്കണം, ഇത് നന്നായി മനസ്സിലാക്കണം. വളരെ ഡീപ്പായി നമ്മുടെ സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലങ്ങളും നമ്മുടെ പൗരാണിക ഗ്രന്ഥങ്ങളും വിദേശ ജൂറിസ്പ്രൂഡൻസും എല്ലാം തന്നെ അനലൈസ് ചെയ്തതിന് ശേഷം എടുത്തിരിക്കുന്ന ഒരു വലിയ വിധിയാണ്. മറ്റൊരു വിഷയവുമായി മറ്റൊരു ദിവസം കാണാം. നന്ദി, നമസ്കാരം.